ഈ പകൽക്കാലം അനുഗ്രഹിക്കപ്പെട്ട വേദവിചാരങ്ങൾക്കായി നമ്മുടെ ഹൃദയം തുറക്കുവാൻ സന്ദർഭം നമുക്ക് അരുളിയ ദൈവത്തെ സ്തുതിക്കാം. രോഗത്തിലും പ്രയാസത്തിലും മനോഭാരത്തിലുമായി വിവിധ ആശുപത്രികളിലും ഭവനങ്ങളിലുമായി കഴിയുന്നവരുണ്ട്. അവരെയെല്ലാം ദൈവ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ബലഹീന പ്രാർത്ഥന ആവശ്യപ്പെട്ടവരെയും നാം പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടവരെയും ദൈവസന്നിധിയിൽ ഓർക്കാം. പരിശുദ്ധമായ ഈ സ്ഥലത്ത് തങ്ങളുടെ ഹൃദയത്തിലെ വ്യഥകൾ പകരുന്ന, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കു വേണ്ടിയും ദൈവ കരുണ അത് ലഭിക്കുന്നതിനായി പ്രാർത്ഥിക്കാം. ജീവന്റെ വചനങ്ങൾ നമുക്ക് നൽകിയവനായ ദൈവത്തെ സ്തുതിക്കാം. കർത്താവെ, കേൾക്കുന്ന വചനങ്ങളൊന്നും നഷ്ടമായി പോവാതെ നല്ല നിലത്ത് വീണ വിത്ത് പോലെ അനുഗ്രഹീത ഫലം പുറപ്പെടുവിക്കുവാൻ പരിശുദ്ധാത്മാവിനാൽ സഹായിക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാവട്ടെ. വന്ദ്യരായ വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട എല്ലാവരുമേ, ഈ പരിശുദ്ധമായ സ്ഥലത്ത് മുഖാമുഖമായി ദൈവവചനം കേൾക്കുവാൻ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും, അതുപോലെ ഓൺലൈൻ മീഡിയയിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ വചനം ശ്രവിക്കുന്ന ഏവരെയും സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പൗരസ്ത്യ ജോർജിയൻ തീർത്ഥാടന കേന്ദ്രവും മലങ്കര സഭയുടെ പ്രസ്റ്റീജിയസ് ദൈവാലയവുമായിരിക്കുന്ന ഈ പരിശുദ്ധ സ്ഥലത്ത് തിരുവചനവുമായി നിൽക്കുക എന്ന് പറയുന്നത് ഏറെ അനുഗ്രഹകരമായ ഒരു കാര്യമാണ്. പല പ്രാവശ്യം ദൈവ വചന പ്രബോധന ശുശ്രൂഷ ഇവിടെ നിർവഹിച്ചിട്ടുള്ളത് ഞാൻ ഓർക്കുകയാണ്. ഈ വെള്ളിയാഴ്ചയും കൂടെ അതിനൊരു സന്ദർഭം ലഭിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ഇന്നത്തെ തിരുവചന പ്രഘോഷണവും കേൾവിയും ഏറെ അനുഗ്രഹത്തിന് എല്ലാവർക്കും ഉതകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഈ അടുത്ത ഇടയിൽ നാം കേൾക്കുന്ന സങ്കടകരമായ കുറേ വാർത്തകളുണ്ട്. നേരിട്ട് നമ്മെ ബാധിക്കുന്ന വിഷയങ്ങളൊന്നും അല്ലെങ്കിലും ഒത്തിരി ഹൃദയവേദന നമ്മിലേക്ക് തരുന്ന കാര്യങ്ങളാണ്. കോടീശ്വരനായ ഒരു മനുഷ്യൻ ഒരു വലിയ വ്യവസായ സാമ്രാജ്യം കെട്ടിപ്പടുത്ത വ്യക്തി നനച്ചെരിയാത്ത സമയത്ത് അതേക്കുറിച്ച് അന്വേഷണങ്ങളൊക്കെ നടക്കുന്നതേ ഉള്ളൂ. എന്നിരുന്നാലും ജീവൻ അവസാനിപ്പിക്കേണ്ട ഒരവസ്ഥയിലേക്ക് വരിക. ഗെയിം കളിയിൽ വളരെ ഭ്രാന്ത് പിടിച്ചിട്ട് തങ്ങളുടെ അപ്പൻ അവരുപയോഗിച്ചിരുന്ന ഫോൺ മാറ്റിവെച്ചു എന്ന പേരിൽ 9ാമത്തെ നിലയിൽ നിന്ന് ചാടി 3 കുട്ടികൾ, പ്രായപൂർത്തിയാകാത്ത 3 കുട്ടികൾ സൂയിസൈഡ് ചെയ്യുന്ന വളരെ ഹൃദയഭേദകമായ ഒരു വാർത്ത. അങ്ങനെ വർത്തമാന പത്രങ്ങളിൽ
എത്രയെത്ര സെൻസിറ്റീവ് ന്യൂസസ് ആണ് നമ്മൾ ഓരോ ദിവസവും കണ്ടുപോകുന്നത്. 2026 ആണ്ട് ഒരു വിശേഷാൽ വർഷമാണ് എന്ന് നമുക്കറിയാം. ഒരു നൂറ്റാണ്ടിൻ്റെ 25 കൊല്ലങ്ങൾ, കാൽഭാഗം നമ്മൾ പിന്നിടുകയാണ്. എന്നെ കേൾക്കുന്ന ഒരുവിധം പ്രായമുള്ളവർക്കൊക്കെ അറിയാം, 2000 ആണ്ട് നമ്മൾ വളരെ പ്രതീക്ഷയോടെ നോക്കിയിരുന്ന ഒരു വർഷമാണ്. ഒരുപാട് പ്രവചനങ്ങൾ, ഒരുപാട് അഭ്യൂഹങ്ങൾ, ചെയ്തു തീർക്കേണ്ട ഒരുപാട് തീരുമാനങ്ങളുടെ പ്രഖ്യാപനങ്ങൾ, ഇതെല്ലാം നമ്മൾ നടത്തിയ ഒരു കൊല്ലമാണ് 2000 ആണ്ടെന്ന് പറയുന്നത്. അതേക്കുറിച്ചൊക്കെ പച്ചപിടിച്ച ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. 25 കൊല്ലം വളരെ വേഗമെന്നാണ് കടന്നുപോയത്. 2026 ആരംഭിച്ചതേ ഓർക്കുന്നുള്ളൂ, ജനുവരി കഴിഞ്ഞു. കാലം നമ്മെ അതിശീഘ്രം വിട്ടു പായുകയാണ്. ആ പാച്ചിലിൽ നമുക്ക് സംഭവിക്കുന്നത് പോഷണമാണോ ശോഷണമാണോ എന്ന് ആത്മീയമായി പരിശോധിക്കുവാൻ നമുക്ക് കഴിയണം. അതിന് നമ്മെ എല്ലാ പ്രകാരേണയും സഹായിക്കുന്ന ചില വേദചിന്തകളാണ് ഈ ചുരുങ്ങിയ സമയം നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. മലയാള മനോരമ പത്രത്തിൽ ശുഭദിന ചിന്തകൾ എന്ന പേരിൽ ഒരു കോളമുണ്ട്. നമുക്കെല്ലാവർക്കും സമാദരണീയനായ TJ ജോഷുവ അച്ഛൻ മുടങ്ങാതെ എഴുതിക്കൊണ്ടിരുന്ന ഒരു പംക്തി ഉണ്ടായിരുന്നു. ഇന്നത്തെ ചിന്താവിഷയം, എത്രയോ കൊല്ലം അദ്ദേഹം അത് അനുഗ്രഹകരമായി നിർവഹിച്ചു. എന്നാൽ ശുഭദിന ചിന്തകൾ എല്ലാ ആഴ്ചയുമില്ല, എല്ലാ ദിവസവുമില്ല, മിക്ക ദിവസങ്ങളിലും ഉണ്ട്. നിങ്ങളിൽ എത്ര പേര് അത് വായിക്കുന്നുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ. നമുക്ക് താല്പര്യം ചരമകോളം നോക്കുന്നതിലും പിന്നെ ഇക്കിളിപ്പെടുത്തുന്ന എന്തെങ്കിലും വാർത്തകളുണ്ടോ, അതിനെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചിട്ട് എന്തുവായി, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമുക്ക് ഏറെ താല്പര്യം. ഈ അടുത്തയിടയിൽ ഈ ശുഭദിന ചിന്തകൾ എന്ന കോളത്തിൽ വന്ന ഒരു രൂപകം, ഒരു ചിത്രം എന്നെ വളരെ ആകർഷിച്ചു. 4 മെഴുകുതിരികൾ കത്തി നിൽക്കുകയാണ്. ഒന്നാമത്തെ മെഴുകുതിരി വിശ്വാസത്തിൻ്റെ മെഴുകുതിരിയാണ്. രണ്ടാമത്തെ മെഴുകുതിരി സുഹൃതത്തിൻ്റെ മെഴുകുതിരിയാണ്. മൂന്നാമത്തെ മെഴുകുതിരി സ്നേഹത്തിൻ്റെ മെഴുകുതിരിയാണ്. നാലാമത്തെ മെഴുകുതിരി പ്രതീക്ഷയുടെ മെഴുകുതിരിയാണ്. അപ്പൊ വിശ്വാസത്തിൻ്റെ മെഴുകുതിരി ഇങ്ങനെ കത്തി അതിൻ്റെ നീളം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, പ്രകാശം കൊടുത്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ ആ മെഴുകുതിരി ഓർത്തു, ഞാനിങ്ങനെ കത്തിത്തീരുന്നതല്ലാതെ ആരുടെയും വിശ്വാസം അങ്ങോട്ട് വർദ്ധിക്കുന്നില്ലല്ലോ. മറിച്ച് ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടുമൊക്കെ ചിന്തിച്ചിട്ട് യഥാർത്ഥമായ വിശ്വാസത്തിൽ നിന്ന് മനുഷ്യൻ അകന്നു പോകുന്നല്ലോ. അതുകൊണ്ട് ഞാൻ എന്തിന് ഇങ്ങനെ കത്തി നിൽക്കണം? വിശ്വാസത്തിൻ്റെ മെഴുകുതിരി സ്വയം അണഞ്ഞു, നിരാശയായിപ്പോയി. സുഹൃതത്തിൻ്റെ മെഴുകുതിരിയും അതുപോലെ ചിന്തിച്ചു. സമൂഹത്തിൽ വികൃതികൾ വർദ്ധിച്ചു വരുന്നു, സുഹൃതികൾ കുറഞ്ഞു വരുന്നു. അതുകൊണ്ട് ഞാൻ എന്തിന് ഇനി കത്തി നിൽക്കണം? അതുകൊണ്ട് സുഹൃതത്തിൻ്റെ മെഴുകുതിരിയും അണഞ്ഞു. സ്നേഹത്തിൻ്റെ മെഴുകുതിരിയും അതുപോലെ ചിന്തിച്ചു. സ്നേഹകൂടാരമാകുന്ന ഭവനങ്ങളിൽ പോലും സ്നേഹം കാണുന്നില്ല. സഭയിലും സമൂഹത്തിലും വേണ്ട തരത്തിലുള്ള സ്നേഹബന്ധങ്ങൾ കാണുന്നില്ല. പിന്നെ ഞാൻ എന്തിന് ഇങ്ങനെ കത്തി നിൽക്കണം? സ്നേഹത്തിൻ്റെ മെഴുകുതിരിയും അണഞ്ഞു. എന്നാൽ പ്രതീക്ഷ ചിന്തിച്ചു. ഇവരൊക്കെ വിചാരിക്കുന്നത് പോലെ അല്ല എൻ്റെ വിചാരം.
എനിക്ക് ഒരു ശുഭകരമായ പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, അവർ ചിന്തിച്ചതിനൊക്കെ വിപരീതമായി അനുകൂലമായ ഒരു സാഹചര്യം വരും. പ്രതീക്ഷ എന്ന മെഴുകുതിരി അണയാതെ ഇങ്ങനെ കത്തി നിൽക്കുകയാണ്. അപ്പോൾ ഒരു മനുഷ്യൻ അതുവഴി വന്നു. 4 മെഴുകുതിരികൾ, അതിൽ 3 എണ്ണവും കെട്ടു നിൽക്കുന്നു, ഒരു മെഴുകുതിരി കത്തി നിൽക്കുന്നു. ആ മെഴുകുതിരി പ്രതീക്ഷയുടെ മെഴുകുതിരിയാണ്. അയാള് ആ മെഴുകുതിരി എടുത്ത് സ്നേഹത്തിൻ്റെയും സുഹൃതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും മെഴുകുതിരികൾ കത്തിച്ചു. അങ്ങനെ അവിടെയെല്ലാം നല്ല വെട്ടമായി. എത്ര മനോഹരമായ ഒരു ചിത്രീകരണമാണ്, എത്ര ആശയസമ്പുഷ്ടമായ ഒരു വിവരണമാണ്. ഈസോപ്പിൻ്റെ കഥ എന്ന പേരിലൊരു പുസ്തകമുണ്ട്. അതിൽ ഒരു നിരാശയിൽപ്പെട്ട മനുഷ്യന് ദൈവം ഒരു കുടത്തിൻ്റെ വായ കെട്ടിക്കൊടുക്കുന്ന ഒരു കഥയുണ്ട്. അടുത്ത നിരാശയിലാണ്, പക്ഷേ ദൈവം അവന് ഒരു വായ മൂടിക്കെട്ടിയ കുടം കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ഒരു കാരണവശാലും തുറക്കരുതെന്ന് പറഞ്ഞു. തുറക്കരുതെന്ന് പറഞ്ഞത് കൊണ്ട് അവന് തുറക്കണമെന്നൊരാഗ്രഹം. 1 ശ്രമിച്ചു, 2 ശ്രമിച്ചു, വേണ്ട, ദൈവം പറഞ്ഞു അല്ലേ തുറക്കണ്ട. ഏതായാലും പരീക്ഷണം അങ്ങോട്ട് വർദ്ധിച്ചു വന്ന് ഈ കുടം അങ്ങ് തുറന്നു. അതിനകത്ത് യാതൊന്നും ഇല്ലായിരുന്നു. പക്ഷെ തുറന്നപ്പം മുതൽ ഇവന് കൂടുതൽ പ്രയാസമായി. അകപ്പാടെ എനിക്ക് നിരാശയായിരുന്നു. ആ നിരാശ മാറ്റാൻ ദൈവം എനിക്കൊരു വഴിയൊരുക്കി. ദൈവത്തിൻ്റെ വാക്ക് ഞാൻ തെറ്റിച്ചു, കൂടുതൽ നിരാശയിലേക്ക് പോയി. അപ്പോൾ ദൈവം അവന് പ്രത്യക്ഷനായി. ഞാൻ നിന്നോട് പറഞ്ഞ വാക്ക് നീ ലംഘിച്ചു അല്ലേ? ആ കുടത്തിൽ ഉണ്ടായിരുന്നതെല്ലാം പോയോ? അപ്പോൾ അവൻ പറഞ്ഞു, ആ കുടത്തിലെങ്ങും ഒന്നുമില്ലായിരുന്നു. അപ്പോൾ ദൈവം അവനോട് പറഞ്ഞു, നീ കുടത്തിൽ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. കുടത്തിൽ നീ സൂക്ഷിച്ചു നോക്കിയാൽ അവിടെ ഒന്ന് നിനക്ക് കാണാൻ സാധിക്കും, അത് പ്രതീക്ഷയാണ്. കടുത്ത നിരാശയിൽ അകപ്പെട്ടു പോയാലും ചക്രവാളത്തിലെങ്ങും പ്രകാശത്തിൻ്റെ ഒറ്റ രശ്മി പോലും കാണാതെ നാളെക്കുറിച്ചുള്ള ആകുലതകൾ നമ്മെ നിരന്തരമായി വേട്ടയാടിയാലും അതിനും അപ്പുറത്ത് ഒരു പദ്ധതി നമുക്ക് ഒരുക്കുന്നവനായ ഒരു വലിയ ദൈവം ജീവിക്കുന്നു എന്ന ബോധ്യം നമുക്കുണ്ടാവണം. ആ ബോധ്യം നമുക്കുണ്ടാവണമെങ്കിൽ അവൻ നമ്മെ സദാപി വീക്ഷിക്കുന്നവനായ, നമുക്ക് വേണ്ടി കരുതുന്നവനായ ഒരു ദൈവമാണ് എന്ന ബോധ്യമുണ്ടാവണം. ഇസ്രായേൽ മക്കൾ ഫറവോന്റെ അടിമത്വത്തിൽ നിന്ന് മരുഭൂപ്രയാണം നടത്തുകയാണ്. മരുഭൂപ്രയാണം നടത്തിയ സന്ദർഭത്തിൽ അവർക്ക് ആഹാരവും വെള്ളവും ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ സന്തോഷമായിരുന്നു. പക്ഷേ അതൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ അവർ മോശയ്ക്ക് നേരെ പിറുപിറുക്കുവാൻ തുടങ്ങി. മിസ്രയീമിൽ ശവക്കുഴി ഉണ്ടായിരുന്നല്ലോ, എന്തിനാണ് നീ ഞങ്ങളെ ഇങ്ങോട്ട് നയിച്ചത്? ഞങ്ങൾ ഫറവോന് ഊഴിയവേല ചെയ്ത് അവിടെ കഴിയുമായിരുന്നല്ലോ. നീ ഞങ്ങളോട് ചെയ്ത കടുംകൈ എന്താണ്? മോശ ആകെ വിഷമിച്ചു. പക്ഷെ ഒന്ന് മോശ അവരോട് പറഞ്ഞു, ദൈവം എന്നോട് കൽപ്പിക്കുന്നു, നീ മരുഭൂമിയിൽ യാത്ര ചെയ്യുന്നത് അവൻ അറിയുന്നവനായ ഒരു ദൈവമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, മോശയോട് ദൈവം ചോദിക്കുകയാണ്, നീ എന്നോട് ഇങ്ങനെ നിലവിളിക്കുന്നത് എന്ത്? ടെൽ ദ പീപ്പിൾ ടു ഗോ ഫോർവേഡ്. അവർ മുൻപോട്ട് പോകാൻ നീ അവരോട് പറയുക. മസായും മെരീബായും എല്ലാം മാറി, മന്നായും മാറായും അങ്ങനെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളിലേക്ക് അവരെ നയിച്ചു. ഞാൻ ഇന്ന് ഒരു കുറിവാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽ വയ്ക്കുന്നത്, ഒരു പാവപ്പെട്ട സ്ത്രീ ദൈവത്തിനെ വിളിച്ച അതുല്യമായ ഒരു പേരാണ്. മിസ്രയീമ്യ ദാസിയായ ആഗാർ
തൻ്റെതല്ലാത്ത കാരണം കൊണ്ട് മരുഭൂമിയിൽ ഒരുപക്ഷെ ജീവിതം അത്യധികമായ പ്രതിസന്ധി നേരിടുന്ന ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അവളെ കാണുന്നവനായ ഒരു ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവളെ കരുതുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം 13-ാം വാക്യം ഇങ്ങനെ നാം വായിക്കുന്നു: എന്നെ എല്ലായിടത്തും കാണുന്നവനായ ദൈവം ഇവിടെയും എന്നെ കണ്ടുവോ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ദൈവത്തിന് ഒരു പേര് വിളിച്ചു, കാണുന്നവനായ ദൈവം. എ ഗോഡ് ഹു ഈസ് സീയിങ്. മറ്റാരും ദൈവത്തിന് അങ്ങനെ ഒരു പേര് വിളിച്ചിട്ടില്ല. സർവശക്തൻ, ബലവാൻ, പരിശുദ്ധൻ, മഹത്വവാൻ, ഹൃദയങ്ങളെ അന്തരേന്ദ്രിയങ്ങളെയും പരിശോധിക്കുന്നവൻ, സകലവും അവന്റെ മുൻപിൽ നഗ്നവും മലർന്നതുമായിരിക്കുന്നവൻ. പക്ഷെ ഇതൊരു അപൂർവമായ നാമകരണമാണ്. എന്നെ കാണുന്നവനായ ദൈവം. കർത്താവിൽ ഏറ്റവും വാത്സല്യമുള്ളവരെ, ഓരോ പ്രഭാതത്തിലും നാം ഉറക്കമുണരുമ്പോൾ ഒത്തിരി ആലോചനകളാണല്ലോ നമ്മുടെ മനസ്സിൽ. ആ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ, കാണേണ്ട ആളുകൾ ആരൊക്കെ, എത്തിപ്പിടിക്കേണ്ട മേഖലകൾ ഏതൊക്കെ, ചെയ്തു കൂട്ടേണ്ട കാര്യങ്ങൾ എന്തൊക്കെ. പക്ഷെ നേരം വൈകി നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു ചെക്ക് ലിസ്റ്റ് പരിശോധിച്ചു നോക്കിയാൽ ചിലപ്പോൾ 10-15 കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചതിൽ 7-8 മാത്രമേ നടക്കുകയുള്ളൂ. ബാക്കിയൊക്കെ തിരക്കുണ്ടോ, ചെന്ന സ്ഥലത്തെ അസൗകര്യം കൊണ്ടോ ഒക്കെ നടക്കാതെ പോയി എന്നിരിക്കും. സോ വാട്ട്? നമ്മെ നടത്തിയവനായ ദൈവത്തെ സ്തുതിക്കണമെങ്കിൽ ഓരോ ദിവസവും പ്രഭാതത്തിൽ നാം ഒരു തീരുമാനമെടുത്തോണം. എൻ്റെ ചെയ്തികളെ കാണുന്നവനായ ഒരു ദൈവം എന്നോടൊപ്പമുണ്ട്. അപ്പോൾ നമ്മുടെ വാക്കുകൾ നിയന്ത്രിക്കാം, നമ്മുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാം. ആരും അറിയുന്നില്ല എന്ന് വിചാരിച്ച് നമ്മുടെ മനസ്സിൽ നമ്മൾ സ്വരുക്കൂട്ടുന്ന ചില ദോഷകരമായ പദ്ധതികൾക്ക് വ്യത്യാസം വരുത്താം. അപ്പൊ ഇതൊരു ഈസിയായ കാര്യമല്ല. കാണുന്നവനായ ദൈവം എന്ന ചിന്ത അത്ര നിസ്സാരമായ ഒരു ചിന്തയല്ല. ഈ ഒരു വാക്യം കുറിവാക്യമായി നിങ്ങളുടെ ശ്രദ്ധയിൽ വച്ചുകൊണ്ട് നിങ്ങൾക്കേറെ പരിചിതമായ 3-4 വേദഭാഗങ്ങൾ ശ്രദ്ധയിൽ വയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹാഗാറാണ് നമ്മുടെ മുഖ്യ കഥാപാത്രം. എന്നെ എല്ലായിടത്തും കാണുന്നവനായ ദൈവത്തെ ഞാൻ ഇവിടെയും കണ്ടുവല്ലോ എന്ന് പറഞ്ഞ് അവൾ അവന് നീ എന്നെ കാണുന്ന ദൈവം എന്ന് പേര് വിളിച്ചു. സാക്ഷാൽ ദൈവം പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായി ഈ ഭൂമിയിൽ 3.5 കൊല്ലക്കാലം നമ്മോടൊപ്പം പാർത്ത യേശുക്രിസ്തു. ആ യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലത്ത് നമുക്ക് തുല്യമായ സാഹചര്യങ്ങളിലൂടെയൊക്കെയാണല്ലോ കടന്നുപോയത്. നമ്മുടെ ദുഃഖവെള്ളിയാഴ്ചത്തെ ചില വായനകളിൽ പ്രത്യേകം അത് പറയുന്നുണ്ട്. നീ നിന്റെ മഹത്വത്തിലും പ്രാഭവത്തിലും ഇറങ്ങി വന്നിരുന്നെങ്കിൽ ഞങ്ങൾക്കാർക്കും നിന്റെ സമീപേ വസിക്കുവാൻ പോലും സാധ്യമാകുമായിരുന്നില്ല. അതുകൊണ്ടാണ് അവൻ ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതൻ എന്ന് വിളിക്കപ്പെട്ടത്. ഇന്ന് വേർപാട് സഭകളൊക്കെ ഉണ്ട്. അവർ പറയുന്നത് വേർപാട് ആചരിക്കണമെന്നാണ്. യേശുക്രിസ്തു വേർപാട് ആചരിച്ച ആളല്ല. വേർപാട് ആചരിച്ച ആളായിരുന്നെങ്കിൽ നമ്മൾ ആരും രക്ഷപ്പെടുകയില്ലായിരുന്നു. യേശുക്രിസ്തു നമുക്ക് തുല്യം നമ്മോടൊപ്പം എല്ലാ പരീക്ഷണങ്ങളിലും കൂടെ നിന്ന ആളാണ്. തൻ്റെ ശരീരം സംസ്കരിക്കുവാൻ ജോസഫും നിക്കോദീമോസും ആവശ്യമായിരുന്നു. തൻ്റെ ശരീരത്തിൽ പൂശുവാൻ സുഗന്ധവർഗങ്ങൾ ആവശ്യമായിരുന്നു.
തൻ്റെ ശരീരം വയ്ക്കുവാൻ ഒരു കല്ലറ ആവശ്യമായിരുന്നു. എന്തുകൊണ്ട്? താൻ മനുഷ്യന് തുല്യമായി സകലത്തിലും സ്വയം താണു വന്നവനാണ്. എന്തിനാ? നമ്മളെ രക്ഷിക്കാൻ, നമ്മളെ കാണാൻ, നമ്മളെ കരുതാൻ. ഇവിടെ ഒരു കുട്ടി ഇങ്ങനെ നിരൂപണ ഭാവത്തിൽ അവതരിപ്പിച്ച ഒരു പരിപാടി ഒരു സ്കൂൾ വാർഷികത്തിന് കാണുകയുണ്ടായി. വലിയ പ്രയോജനമുള്ളൊരു കാര്യമാണത്. ഒരു ബാലനാണ്, 5-6 വയസ്സ് കാണും. അവൻ്റെ ഉമ്മറ തിരിക്കുകയാണ്, വീട്ടിൻ്റെ ഉമ്മറ തിരിക്കുകയാണ്. അപ്പോൾ മുറ്റത്ത് സ്വാധീനമില്ലാത്ത ഒരു കിളി, ചിറകിന് ബലക്ഷയം, കാലിന് പ്രശ്നം, പറക്കാനൊക്കുന്നില്ല, വേണ്ടത്ര സ്പീഡിൽ ചാടിപ്പോകാനും ഒക്കുന്നില്ല. ആ പക്ഷി അവിടെ കഷ്ടപ്പെടുകയാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടുപക്ഷികൾ കുറേ പേര് വന്ന് ഇതിനിങ്ങനെ ഫെലോഷിപ്പ് കൊടുക്കുകയാണ്. അപ്പോൾ ഈ കുട്ടി വിചാരിച്ചു അങ്ങോട്ട് ചെന്ന് ആ കിളിയുടെ അടുത്തൊന്നിരിക്കാം. പിഞ്ച് ഹൃദയമല്ലേ. കുട്ടി അങ്ങോട്ട് ചെന്നപ്പോൾ ഈ കൂട്ടിരിക്കാൻ വന്ന പക്ഷികളെല്ലാം പറന്നുപോയി. അവരെ പിടിക്കാൻ ചെല്ലുക എന്നാണ് വിചാരിച്ചത്. സ്വാധീനമില്ലാത്ത പക്ഷിയും തന്നാൽ ആവുന്ന വിധത്തിൽ ഓടി മാറാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ആ കുട്ടി അവിടെ ഇരുന്ന് വിചാരിച്ചു, ഞാനും ആ പക്ഷികളുടെ കൂട്ടത്തിൽ ഒരു പക്ഷിയായിരുന്നെങ്കിൽ. അതൊരു വലിയ വിചാരമാണ്. ഞാനും ആ പക്ഷികളുടെ കൂട്ടത്തിൽ ഒരു പക്ഷിയായിരുന്നെങ്കിൽ എന്നെ കാണുമ്പോൾ ഈ പക്ഷികൾ ഓടിപ്പോകുമായിരുന്നില്ല, ഈ സ്വാധീനമില്ലാത്ത പക്ഷി ചാടിപ്പോകുമായിരുന്നില്ല, എനിക്ക് ആ പക്ഷിയെ ശുശ്രൂഷിക്കാൻ ഒക്കുമായിരുന്നല്ലോ. എന്തിലേക്കാണിത് വിരൽ ചൂണ്ടുന്നതെന്ന് ചോദിച്ചാൽ, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപം പ്രാപിച്ച് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ താഴ്ത്തി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന ദൈവപുത്രന്റെ താഴ്മയെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെയുള്ള കർത്താവ് ഈ ലോകത്തിൽ വ്യാപരിച്ചപ്പോൾ താൻ നോക്കിക്കണ്ട, അവരെ തന്നാൽ ആവോളം ഉയർത്തിയ ചില ദൃശ്യങ്ങൾ നമുക്ക് തരുന്ന 4 വേദഭാഗങ്ങൾ പെട്ടെന്നൊന്ന് പറയാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 38-ാമത്തെ വാക്യം. യോഹന്നാൻ സ്നാപകൻ തൻ്റെ ശിഷ്യന്മാരെ ചൂണ്ടിക്കാണിച്ചു, ദാ പോണു ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന. ഇത് കേട്ട സന്ദർഭത്തിൽ യോഹന്നാന്റെ ശിഷ്യഗണത്തിൽ നിന്ന് 1-ലധികം പേര് യേശുവിൻ്റെ പിന്നാലെ ഓടി. 1-ാം അധ്യായം 38-ാം വാക്യം. യേശു തിരിഞ്ഞ് അവർ പിന്നാലെ വരുന്നത് കണ്ടു. ജീസസ് സോ ദം. 1-ലധികം ഉണ്ടായിരുന്നു. യേശു അവരോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? നമുക്ക് നല്ല പരിചയമുള്ള വേദഭാഗമാണ്. വാട്ട് യു ആർ സീക്കിംഗ് ഫോർ ഓർ വൈ യു ആർ ആഫ്റ്റർ മീ. എന്തിനാണ് നിങ്ങൾ എൻ്റെ പിന്നാലെ കൂടിയിട്ടുള്ളത്? എന്താണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്? നമ്മളോട് ഈ ചോദ്യം ചോദിച്ചിരുന്നെങ്കിൽ നമ്മളുമൊക്കെ കർത്താവിനെ അനുഗമിക്കുന്നവരാണല്ലോ. പക്ഷെ നമുക്കെല്ലാം ഓരോ അജൻഡാസ് ഉണ്ട്, ഓരോ കാര്യങ്ങളുണ്ട്. നമ്മുടെ എല്ലാം പ്രാർത്ഥന നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. എനിക്കാണെങ്കിൽ ഞാൻ 1 കൊല്ലമായിട്ട് ഒരു വീട് പണിതുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂതാശ നാളെയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും കൃത്യസമയത്ത് അതിൻ്റെ കൂതാശ ഭംഗിയായിട്ട് നടക്കണം എന്നൊരു പ്രാർത്ഥന എൻ്റെ മനസ്സിലുണ്ടാവുമല്ലോ. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വരുമ്പോൾ അവരുടെ ഭാവി എന്തായിരിക്കണം, കുഞ്ഞുങ്ങളുടെ കല്യാണം, കുഞ്ഞുങ്ങളുടെ ജോലി, ഇതെല്ലാം നമുക്ക് കർത്താവിനെ അനുഗമിക്കുന്നതിലുള്ള താല്പര്യങ്ങളാണ്. പക്ഷേ കർത്താവിൻ്റെ പിന്നാലെ വന്ന അന്ത്രയോസ് കർത്താവിനോട് ചോദിക്കുകയാണ്, ഗുരു, അങ്ങ് എവിടെയാണ് പാർക്കുന്നത് എന്നറിയണം.
അത്രേ ഉള്ളൂ. ഒരാവശ്യവുമില്ല, വേറെ ഒരാവശ്യവുമില്ല. കർത്താവ് അതിന് മറുപടിയായിട്ട് വന്ന് കാണുക എന്ന് അവനോട് പറയുകയാണ്. അവർ ചെന്നു. ആ വേദഭാഗത്തിനൊരു ഫുൾ സ്റ്റോപ്പ് കാണുന്നത് എവിടാണെന്ന് ഞാൻ പറയാം. അവർ ചെന്നു, അവനോടുകൂടെ പാർത്തു. യേശു കാണുമ്പോൾ, യേശു നമ്മെ നോക്കുമ്പോൾ, അവൻ കാണുന്നവനായ ദൈവമാണ് എന്ന ചിന്ത നമ്മിലുണ്ടാകുമ്പോൾ ഉണ്ടാകേണ്ട വ്യത്യസ്തതയാണ് നമ്മുടെ അന്വേഷണം അവനുമായുള്ള സഖിത്വത്തിലേക്ക് മാറണം. മറിച്ച് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഇതിൽ താഴെ ഒന്നുമല്ല. നമുക്ക് നടുവേദന മാറണം, ഉളുക്ക് മാറണം, കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം വേണം, ജോലി വേണം, നല്ല കല്യാണം വേണം, വീട് വേണം, കാറ് വേണം, ഒന്നും ദോഷമില്ല. പക്ഷെ ഇതെല്ലാം ഉണ്ട്. അവൻ്റെ കൂടെ വസിക്കുന്നവരല്ലെങ്കിൽ പോയില്ലേ, കഥ മുഴുവൻ പോയില്ലേ. അതുകൊണ്ട് യേശു നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന പരമപ്രധാനമായ കാര്യം, നീ എൻ്റെ കൂടെ പാർക്കുന്ന അന്ത്രയോസ് ആവണം. നീ എൻ്റെ സഖിത്വം അനുഭവിക്കുന്ന മകനാകണം, മകളാകണം. നമ്മൾ എത്രയോ കൊല്ലമായി പാടി ഹൃദയസ്ഥമാക്കിയിരിക്കുന്ന ഒരു പാട്ടാണ് യേശുവോട് ചേർന്നിരിപ്പത് എത്ര മോദമേ. അടുത്ത വരി എന്താ? യേശുവിനായി ജീവിക്കുന്നത് എത്ര ഭാഗ്യമേ. ഒരു നാണയത്തിൻ്റെ രണ്ട് വശം പോലെയാണ് കേട്ടോ, അല്ലെങ്കിൽ വാക്കും അർത്ഥവും പോലെയാണ്. ഇതിനെ തമ്മിൽ പിരിക്കാൻ ഒക്കുകയില്ല. യേശുവിന് വേണ്ടി ജീവിച്ചു കളയാം എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോയാൽ, യേശുവിൻ്റെ കൂടെ വസിച്ചെങ്കിൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. ഇനി യേശുവിൻ്റെ കൂടെ വസിച്ചു കളയാം എന്ന് ചിന്തിച്ചു പോയാൽ യേശുവിന് വേണ്ടി ജീവിക്കാതിരിക്കാൻ ഒക്കുകയുമില്ല. ഈ രണ്ട് കാര്യം ഇങ്ങനെ കെട്ടുപണഞ്ഞു കിടക്കുകയാണ്. ആത്മീയ ജീവിതത്തിൽ ഒരുപാട് അസ്ഥിരതകളുണ്ട്, ആഡംബരങ്ങളുമുണ്ട്, നമുക്കറിയാമല്ലോ. പക്ഷെ കർത്താവ് ഒരു മനുഷ്യനെ കുറിച്ച് പുരുഷാരത്തോട് പറഞ്ഞു, നിങ്ങൾ എന്ത് കാണാനാണ് മരുഭൂമിയിലേക്ക് പോയത്? ആരെക്കുറിച്ചാണ് പറഞ്ഞത്? യോഹന്നാനെ കുറിച്ച്. എന്നിട്ട് കർത്താവ് ചോദിക്കുകയാണ്, കാറ്റിനാൽ ഉലയുന്ന ഓടയാണോ, മാർദ്ദവ വസ്ത്രം ധരിച്ച മനുഷ്യനെയാണോ? അല്ല. എന്ത് കാണാൻ പോയി? പ്രവാചകനെയാണോ? അതും പറഞ്ഞിട്ട് കർത്താവ് തന്നെ ഉത്തരം പറയുകയാണ്, പ്രവാചകനിലും മികച്ചവനെ തന്നെ. പിതാക്കന്മാരുടെ വ്യാഖ്യാനം, ഈ കാറ്റിനാൽ ഉലയുന്ന ഓട എന്ന് പറയുന്നത് ക്രൈസ്തവ ആത്മീയ ജീവിതത്തിലെ അസ്ഥിരതകളാണ്. അസ്ഥിരത വരുമല്ലോ. നമ്മൾ കടുത്ത തീരുമാനങ്ങളൊക്കെ എടുക്കും, സന്ദർഭവശാൽ നമ്മളതൊക്കെ മാറ്റിക്കളയും, സൗകര്യം പോലെ മാറ്റിക്കളയും, അല്ലേ? ആഡംബരം പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ക്രൈസ്തവ ആത്മീയ ജീവിതത്തിൽ ഒരുപാട് ആഡംബരങ്ങളുണ്ട്. വിമർശന ബുദ്ധിയാ കൂടെ നമ്മളത് ചിന്തിക്കുന്നത് നല്ലതാണ്. എന്നോടൊരാൾ സംബന്ധിച്ച ഒരു കല്യാണത്തെക്കുറിച്ച് പറഞ്ഞു കേട്ടോ. അത് ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും ആഡംബരമല്ല. പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്തിൻ്റെ ആഡംബരമാണെന്ന്. കല്യാണം കെട്ടിക്കുന്നത് ഒരു മെത്രാപ്പൊലിത്തായാണ്. ആ മെത്രാപ്പൊലിത്ത കാപ്പയിട്ട് കല്യാണം നടത്തുന്ന മെത്രാപ്പൊലിത്തായാണ്. അദ്ദേഹം പള്ളിയിലെത്തിയപ്പോൾ പെണ്ണിൻ്റെ അച്ഛനാണ്. അച്ഛൻ കാപ്പയിട്ട് മദ്ബഹായ്ക്കകത്ത് സിറ്റ് ബൈ ആണ്, സ്റ്റാൻഡ് ബൈ അല്ല, അകത്തിരിക്കുകയാണ്. അപ്പം തിരുവേനി വന്നപ്പം വികാരിച്ചൻ പറഞ്ഞു, തിരുവേനി ഇങ്ങനെ പെണ്ണിൻ്റെ അച്ഛനാണ്, കാപ്പയിട്ട് മദ്ബഹായ്ക്കകത്ത് ഇരിപ്പുണ്ട്. തിരുവേനി ഞാൻ കാപ്പയിട്ടാണ് നടത്തുന്നത്, അച്ഛനും കൂടെ ഇട്ടോട്ട്. അപ്പം ചെറുക്കൻ്റെ ഉപ്പാപ്പൻ അച്ഛനാണ്. അപ്പോൾ ഉപ്പാപ്പൻ ചെന്ന് വികാരിയോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അച്ഛാ എനിക്കും കാപ്പയിടണം.
അപ്പോൾ തിരുമേനിയോട് പറഞ്ഞു, തിരുമേനി പറഞ്ഞു അച്ഛനും കാപ്പി ഇട്ടോട്ടെ. അപ്പോൾ എത്ര പേരായി? 3 പേരായി, തിരുമേനി ഉൾപ്പെടെ 3 പേര്. അപ്പോൾ വികാരി അച്ഛനെ നല്ല മിടുക്കനായിരുന്നു. അച്ഛൻ ചെന്ന് തിരുമേനിയോട് വെച്ചു, തിരുമേനി ഞാനായിട്ട് എന്തിനാ മാറി നിൽക്കുന്നത്, ഞാനിവിടെ കാപ്പി ഇട്ടോട്ടെ. അച്ഛനും ഇട്ടോ. അപ്പോൾ എത്ര പേരായി? നടന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ സംഭവം എല്ലാം കഴിഞ്ഞ് തിരുമേനിയോട് ഇതിനെക്കുറിച്ച് ചോദിക്കാൻ സ്വാതന്ത്ര്യമുള്ള, എല്ലാ അച്ഛന്മാർക്കും എല്ലാ തിരുമേനിമാരോടും ചോദിക്കാൻ സ്വാതന്ത്ര്യമില്ലല്ലോ. സ്വാതന്ത്ര്യമുള്ള ഒരു അച്ഛൻ തിരുമേനിയോട് ചോദിച്ചു, തിരുമേനി എന്നാലും എന്തുവാ ഇന്ന് നടന്നത്? അപ്പോൾ തിരുമേനി പറഞ്ഞു, അച്ഛാ കാപ്പയിടാൻ സഭ അനുവാദം കൊടുത്ത ഒരച്ഛൻ എന്നോട് വന്ന് കാപ്പ ഇട്ടോട്ടെ എന്ന് ചോദിച്ചാൽ ഞാൻ വേണ്ടെന്ന് പറയാൻ ഒക്കുവോ? ഒത്തിരി ആഡംബരങ്ങളുണ്ട്. നമ്മുടെ പെരുന്നാളുകളായിരുന്നാലും, നമ്മുടെ ആരാധനാ സംവിധാനങ്ങളായിരുന്നാലും, നമ്മുടെ വേഷഭൂഷാദികളായിരുന്നാലും ഒരുപാട് ആഡംബരങ്ങൾ. ഇതിനെല്ലാം അപവാദനായ ഒരു മനുഷ്യനായിരുന്നു യോഹന്നാൻ സ്നാപകൻ. അതുകൊണ്ടാണ് അവനെക്കുറിച്ച് കർത്താവ് പറഞ്ഞത്, അവൻ ജ്വലിച്ച് പ്രകാശിച്ച വിളക്കാണ്. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല. കർത്താവിൻ്റെ അമ്മയുടെ ശബ്ദം ഗർഭത്തിൽ കിടന്ന് കേട്ട് ആനന്ദം കൊണ്ട് തുള്ളിച്ചാടിയ മനുഷ്യനാണ് യോഹന്നാൻ. നിന്നാൽ സ്നാനമേൽക്കാൻ ഞാൻ ആവശ്യപ്പെട്ടവനെന്ന് കർത്താവിനോട് പറഞ്ഞവനാണ്. കർത്താവിനോട് ചേർന്ന് വസിച്ച ഒരു മനുഷ്യൻ ഇതുപോലെ മറ്റൊരാൾ ഉണ്ടോ എന്നറിഞ്ഞുകൂടാ. അപ്പൻ പറഞ്ഞല്ലോ, നീയോ പൈതലെ അത്യുന്നതന്റെ പ്രവാചകനെന്ന് വിളിക്കപ്പെടും. യേശുവിനോടുള്ള സഖിത്വത്തിൽ അസ്ഥിരതകൾ മാറും, ആഡംബരങ്ങളും മാറും. നമ്മുടെ പ്രയോറിറ്റി യേശുവിൻ്റെ കൂടെയുള്ള വാസമായി തീരും. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ കർത്താവ് എന്തിനാണ് ശിഷ്യന്മാരെ വിളിച്ചതെന്ന് ഒറ്റ വാചകത്തിൽ 3-4 കൂട്ടം കാര്യം പറയുന്നുണ്ട്. അതിലാദ്യം പറയുന്നത് അവൻ തന്നോടുകൂടെ ഇരിക്കാൻ വിളിച്ചു എന്നാണ്. പിന്നെ പറയുന്നത് എന്തൊക്കെയാ? തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കാൻ അധികാരമുണ്ടാകേണ്ടതിനുമായിട്ട്. അതെല്ലാം ഇന്ന് അവോളം നടക്കുന്നുണ്ട് കേട്ടോ. ഒത്തിരി പേര് ഭൂതങ്ങളെ പുറത്താക്കുന്നുണ്ട്, ഒരുപാട് പേര് പ്രസംഗിക്കുന്നുണ്ട്. ഏത് തരം പ്രസംഗം വേണം? വീട്ടിലിരുന്ന് നമ്മുടെ കട്ടഞ്ഞൊക്കിയാൽ കിട്ടും. നമുക്കിഷ്ടമുള്ള ബോധിച്ച പ്രസംഗങ്ങൾ കിട്ടും. വൊക്കാബുലറി ഇട്ട് അമ്മാനമാടാൻ കഴിവുള്ള ധാരാളം ആളുകളുണ്ട്. പക്ഷേ the priority, the important thing is to sit along Jesus. എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരോടുമായിട്ട് ഞാൻ സൂചിപ്പിക്കട്ടെ, നമ്മുടെ എല്ലാം വീടുകളിൽ നിർബന്ധമായും കുടുംബ പ്രാർത്ഥന വേണം. പ്രാർത്ഥിക്കാൻ പ്രത്യേകം മുറിയുണ്ടോ? അത് എന്തുമാത്രം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്? പ്രാർത്ഥനയ്ക്ക് എന്നാ നീളമുണ്ട്? അതൊന്നുമല്ല വിഷയം. അപ്പനും അമ്മയും കുഞ്ഞുങ്ങളും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന, ഒരുമിച്ച് സംസാരിച്ച ആശയങ്ങൾ കൈമാറ്റം ചെയ്ത് ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ ഭവനങ്ങൾ മാറണം. യേശുവിൻ്റെ കൂടെ വസിക്കുന്ന ഭവനങ്ങളായി മാറണം. ബിക്കോസ് ഹാപ്പി ഫാമിലി ഈസ് എ സ്മോൾ ചർച്ച് ആൻഡ് ഹാപ്പി ചർച്ച് ഈസ് എ ബിഗ് ഫാമിലി. ഒരു സന്തോഷമുള്ള ക്രൈസ്തവ കുടുംബം ഒരു ചെറിയ സഭയാണ്. സന്തോഷമുള്ള സഭ ഒരു വലിയ കുടുംബമാണ്. അതിന് യാതൊരു മാറ്റവുമില്ല. അപ്പോൾ യേശു എന്നെയും നിങ്ങളെയും കാണുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി ആയിരിക്കാം, സന്തോഷത്തിന് വേണ്ടി ആയിരിക്കാം, ഒക്കെ ഇരുന്നോട്ടെ, അതെല്ലാം സെക്കൻഡറി. പ്രൈമറി എന്ന് പറയുന്നത് നാം അവൻ്റെ കൂടെ വസിക്കണം. ഒറ്റ ഉദാഹരണം പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടാം. കർത്താവ് ഒരു വീട്ടിലായിരിക്കുമ്പോൾ മേൽക്കൂര പൊളിച്ച് 4 പേര് കട്ടിലേൽ ഒരു മനുഷ്യനെ അവിടെ ഇറക്കി വെച്ചു, അല്ലേ? ഇപ്പൊ കൊണ്ടുവന്നവരും അവിടെ നിന്നവരും ഒക്കെ വിചാരിച്ചത് ഇപ്പോ യേശുവിനെ
കട്ടിലേന്ന് എഴുന്നേൽപ്പിച്ച് വിടുമെന്നാണ് പ്രതീക്ഷിച്ചത്. അത് നടന്നു. പക്ഷെ ഇച്ചിരി കഴിഞ്ഞിട്ടാ. അവരുടെ ഈ കഷ്ടപ്പാടെല്ലാം കണ്ടിട്ട് യേശു അവരോട് പറയുന്നുണ്ട്, അവരുടെ വിശ്വാസം കണ്ടിട്ട് യേശു അവനോട് എഴുന്നേറ്റ് പോകാനാണോ പറഞ്ഞത്? അല്ല, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. അവിടെ കൊണ്ട് തീർന്നു. കർത്താവ് അത് ആഗ്രഹിച്ചു. അവൻ എഴുന്നേറ്റ് ചാടിത്തുള്ളി പോയി ഒരു പാപി ഓടി നടന്നിട്ട് എന്നാ ഗുണം? കൂടുതൽ പാപം ചെയ്യാമെന്നല്ലാതെ. കർത്താവ് ബേസിക്കലി ആഗ്രഹിച്ചത് അവൻ്റെ ഉള്ളിൽ ശുദ്ധി വരണമെന്നാണ്, അവൻ്റെ പാപത്തിൻ്റെ കെട്ടഴിയണമെന്നാണ്. എന്നിട്ട് തളർന്നു കിടന്നങ്ങ് മരിച്ചാലും കുഴപ്പമില്ല. പക്ഷെ എന്താ യേശു അവനെ എഴുന്നേൽപ്പിച്ച് വിടാൻ കാര്യം? അവിടെ ഇരുന്ന പരീശന്മാര് ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ ഇവൻ എന്ത് അധികാരം എന്ന് പറഞ്ഞപ്പോ യേശു അവരോട് ചോദിക്കുന്നുണ്ട്, ഏതാ എളുപ്പം? ഭൂമിയിൽ മനുഷ്യപുത്രന് പാപങ്ങളെ മോചിപ്പാൻ അധികാരമുണ്ടെന്ന് അവർ അറിയേണ്ടതിന്, അവന് ഗുണം വരാനല്ല, അവർ അറിയേണ്ടതിന് അവൻ ആ രോഗിയോട് എഴുന്നേറ്റ് കിടക്കയെടുത്ത്, യേശുവിന് രോഗശാന്തിയോ യേശുവിന് മുട്ടുവേദന മാറ്റുന്നൊന്നും വലിയ വിഷയമേ അല്ലായിരുന്നു. ഇട്ടാവട്ടം സ്ഥലത്ത് മാത്രം സഞ്ചരിച്ചു. ആരെങ്കിലും മരിച്ചവരെ ഉയർപ്പിക്കാനുണ്ടോ, ഏതെങ്കിലും നടുവേദനക്കാരെ മാറ്റാനുണ്ടോ, ഇങ്ങനെ തപ്പി ഒന്നും യേശു നടന്നില്ല. യേശുവിൻ്റെ പ്രയോറിറ്റി മുഴുവൻ എല്ലാവരും നിത്യതയിൽ കാണണം എന്നുള്ള ഏക ആഗ്രഹം. അതിനുവേണ്ടി താൻ കാൽവറിയിൽ യാഗമാകുവോളം അധ്വാനിച്ച മനുഷ്യനാണ്. അപ്പോൾ അന്ത്രയോസിനെ കണ്ട യേശു അവൻ തൻ്റെ കൂടെ പാർക്കണം എന്നാഗ്രഹിച്ചു. അത് അവന് സാധിച്ചു. രണ്ടാമത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ തന്നെ 47-ാം വാക്യം, മറ്റൊരു മനുഷ്യൻ തൻ്റെ അടുക്കലേക്ക് വരുന്നത് യേശു കണ്ടു. ആ മനുഷ്യനെ ഒരാൾ പറഞ്ഞു വിട്ടതാ. പറഞ്ഞു വിട്ട മനുഷ്യൻ ഫിലിപ്പോസാണ്. എങ്കിൽ വന്ന മനുഷ്യൻ ആരാണെന്ന് പറ. യോഹന്നാൻ 1:47 ആരെക്കുറിച്ചാണ് പറയുന്നത്? നഥാനിയേലിനെ കുറിച്ച്. മോശക്കാരനല്ല, യാതൊരു മടിയും കൂടാതെ തീർത്ഥവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്ന് വേദവിചാരങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന സാത്വികനായൊരു മനുഷ്യനാണ്. ഫിലിപ്പോസ് എന്ന നഥനയേലിനോട് പറഞ്ഞു, ഞങ്ങൾ യേശുവിനെ കണ്ടു, അവൻ നസ്രയത്തുകാരനാണ്. അപ്പോൾ നഥനയേല് ഫിലിപ്പോസിനോട് പറഞ്ഞു, നസ്രയത്തിൽ നിന്ന് എന്തെങ്കിലും അവൻ പഠിച്ചിട്ടുള്ളത് അതാണ്. അപ്പോൾ ഫിലിപ്പോസ് പറഞ്ഞു, വന്ന് കാണാൻ പറഞ്ഞു. അങ്ങനെയാണ് നഥനയേല് യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നത്. ഒരൊറ്റ വാചകം. യേശു നഥനയേലിനോട് പറഞ്ഞു, ഇതാ സാക്ഷാൽ ഇസ്രായേല്യൻ, ഇവനിൽ കപടമില്ല. ആ ഒറ്റ വാചകം നഥനയേലിൽ ഉണ്ടാക്കിയ പരിവർത്തനം. നമ്മൾ 3 നോമ്പ് ആചരിച്ചു കഴിഞ്ഞതേ ഉള്ളല്ലോ. ചെറിയ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് യോന. യോനയുടെ പുസ്തകം 4 അധ്യായവും 48 വാക്യങ്ങളും. ഏറ്റവും ചെറിയ ഒരു പ്രസംഗം. ആ പ്രസംഗം ആരും കൈയടിക്കുന്ന പ്രസംഗവുമല്ലായിരുന്നു. ഇന്നേക്ക് 40 ദിവസത്തിനകം നിനവ നശിക്കും. 1,20,000 ചില്ലുവാനം ആളുകൾ രട്ടിലും വെണ്ണീറിലും ഇരുന്ന് രാജാവ് പ്രജഭേദമന്യേ പശ്ചാത്തപിച്ചു. യോനയുടെ പുസ്തകം മുഴുവൻ പശ്ചാത്താപത്തിന്റെ വരികളാണ്. യഹോവ അനുതപിച്ചു എന്ന് വരെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ചില ചെറിയ പ്രസംഗങ്ങൾ ഒരുപാട് ചലനങ്ങൾ മനുഷ്യനിൽ വരുത്തും. അതുപോലെ ഒറ്റ വാചകം കർത്താവ് പറഞ്ഞു. എന്താണ് നഥനയേലിൽ വന്ന വ്യത്യാസം? നസ്രയത്തിൽ നിന്ന് നന്മ വരുമോ എന്ന് ഫിലിപ്പോസിനോട് ചോദിച്ചവൻ യേശുവിനെ വിളിക്കുന്നത് ഗുരു, ദൈവപുത്ര
ടെർമിനോളജി എല്ലാം അങ്ങ് മാറി. വാട്ട് എ ചേഞ്ച്. അപ്പൊ യേശു അവനോട് പറഞ്ഞു, തീർത്ഥവൃക്ഷത്തിന്റെ ചുവട്ടിൽ ഞാൻ നിന്നെ കണ്ടു എന്നതിനാൽ നീ എന്നെ ഇത്ര ആദരിക്കാൻ തുനിയുന്നെങ്കിൽ കാണാൻ പോകുന്ന പൂരം ഞാൻ പറയാം. സ്വർഗം തുറന്നിരിക്കുന്നതും ദൂതന്മാർ മനുഷ്യപുത്രന്റെ അടുക്കൽ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നീ കാണും. വളരെ ക്ലിയർ ആണ്. നഥനയേലിനെ യേശു നോക്കിയപ്പോൾ തന്നെ ഗുരുവെന്നും ദൈവപുത്രനെന്നും വിളിക്കാനുള്ള ഒരു അവകാശം മാത്രമായിരുന്നില്ല ദൈവത്തിൻ്റെ ഉദ്ദേശം. മറിച്ച് അവൻ ഈ ദുഷ്ടലോകത്തിൽ, ഈ ക്ഷണഭങ്കുരമായ ഭൗമ ജീവിതത്തിൽ സ്വർഗം കാണുന്ന ഒരു വ്യക്തിയായി മാറണം. വാത്സല്യമുള്ളവരെ, നമ്മെ ഓരോരുത്തരെയും സർവശക്തനായ ദൈവം കാണുന്നത് ആ ഉദ്ദേശത്തിലാണ് എന്നോർക്കുന്നത് നന്നായിരിക്കും. സ്വർഗം കണ്ട് ജീവിക്കണമെങ്കിൽ എന്തു വേണം? ഹൃദയ പരിവർത്തനം വേണം. ഹൃദയ പരിവർത്തനം. വാചനം ഉള്ളിൽ കടന്ന് ഹൃദയത്തിൽ പരിവർത്തനങ്ങൾ ഉണ്ടാക്കണം. ശമരിയാക്കാരി സ്ത്രീയോട് യേശു സംഭാഷിച്ചു തുടങ്ങിയപ്പോൾ അവൾ പറഞ്ഞത്, നീ ഒരു യഹൂദൻ, ഞാൻ ഒരു പുറജാതി. എത്ര അകലത്തിലാണ് അവൾ യേശുവിനെ നിർത്തിയത്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കാണും അവൾ യേശുവിനെ വിളിക്കുന്നത് യജമാനെ എന്നാണ്. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കാണും അവൾ യേശുവിനെ വിളിക്കുന്നത് പ്രവാചകൻ എന്നാണ്. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കാണും അവൾ കുടം അവിടെ വെച്ചേച്ച് പട്ടണത്തിൽ പോയി പറഞ്ഞത് മശിഹായെ കണ്ടെന്ന. ആ വളർച്ചയുടെ ഘട്ടം നമ്മൾ നോക്കിക്കോണം. യഹൂദനെ കണ്ടവള് യജമാനെ കണ്ടു, യജമാനെ കണ്ടവള് പ്രവാചകനെ കണ്ടു, പ്രവാചകനെ കണ്ടവള് മശിഹായെ കണ്ടു. വി നീഡ് ടു ഗ്രോ. ക്രൈസ്തവ ആത്മീയ ജീവിതത്തിൽ നമ്മൾ വളരണം. എത്രത്തോളം എന്ന് ചോദിച്ചാൽ സ്വർഗം കണ്ട് ജീവിക്കുന്ന അവസ്ഥയോളം. ഇതിനൊക്കെതിരെ ഒരുപാട് അപവാദങ്ങൾ കറങ്ങി അടിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തെല്ലാം തരത്തിലുള്ള പെർവേർഷൻസാണ് ഇന്ന് വേദ വ്യാഖ്യാന മേഖലയിലൊക്കെ ഉള്ളതെന്ന് നമ്മൾ ഓർത്തോണം. ചില അംഗവിക്ഷേപങ്ങൾ കാണിച്ച് ചില കാര്യങ്ങൾ ഇടമുറിയാതെ ഏറ്റുചൊല്ലി ചില കാര്യങ്ങൾ ഏറ്റുപറയിപ്പിച്ച് സായുജ്യമടയുന്ന ഒരുപാട് അനുഭവങ്ങളൊക്കെ ഇന്ന് ലോകത്തിലുണ്ട്. കർത്താവ് എന്ന് പറഞ്ഞു, ഐ വെരി മച്ച് ലൈക്ക് ദാറ്റ് യു ആർ പ്രേയിങ്. യഹൂദന്മാരോടാണ് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ്, എനിക്കിഷ്ടമാത്. നിങ്ങൾ ഉപവസിക്കുന്നവരാണ്, എനിക്കിഷ്ടമാത്. നിങ്ങൾ ദാനധർമ്മം ചെയ്യും, അതും ഇഷ്ടമാണ്. ബട്ട് ഐ ഡോണ്ട് ലൈക്ക് ദ വേ ഇൻ വിച്ച് യു ആർ ഡൂയിങ് ദിസ്. നിങ്ങൾ ചെയ്യുന്ന രീതിയിൽ പെശകൊണ്ട്. എന്തിനാണ് പ്രാർത്ഥിക്കുമ്പോൾ തെരുക്കോണുകളിൽ വാക്കുകൾ പെരുക്കുന്നത്? ഒന്ന് പറയേണ്ടടുത്ത് 9 പറഞ്ഞ് നാക്കൊടക്കി, അതിൻ്റെ ഇടയ്ക്ക് 4 അല്ലേലിയായും സ്തോത്രവും ആമീനും ഒക്കെ പറഞ്ഞ് മനസ്സിലായവരെ കൊണ്ടല്ല ആമീൻ പറയിപ്പിച്ച് വൈ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള പിതാവിനോട് പ്രാർത്ഥിക്കണം. അപ്പം നമ്മൾ വിചാരിക്കും അങ്ങനെയാണെങ്കിൽ പുതുപ്പള്ളി പള്ളി വന്ന് പ്രാർത്ഥിക്കാൻ ഒക്കുകയല്ലോ, വീട്ടിലെ ആരും കാണാത്ത ഒരു മുറിക്കകത്ത്. അങ്ങനെയല്ല കർത്താവ് പറഞ്ഞത് കേട്ടോ. സുറിയാനിയിലെ ആഹൂക്ക് തറവോക്ക് എന്നാണ്. ആഹൂക്ക് തറവോക്ക് എന്ന് പറഞ്ഞാൽ നിന്റെ മുറിയുടെ വാതിൽ അടയ്ക്കാനല്ല. യു ഷട്ട്
യുവർ ഡോഴ്സ്. തറവാക്ക് എന്ന് പറഞ്ഞാൽ യുവർ ഡോഴ്സ് എന്നാണ്. പള്ളിയിൽ പ്രാർത്ഥിച്ചാലും വീട്ടിൽ പ്രാർത്ഥിച്ചാലും എവിടെ പ്രാർത്ഥിച്ചാലും യു നീഡ് ടു ഷട്ട് യുവർ ഡോഴ്സ്. കർത്താവേ, എൻ്റെ ശരീരത്തിൻ്റെ തുറക്കപ്പെട്ട വാതിലുകൾക്ക് നീ കാവൽക്കാരെ വയ്ക്കണമേ എന്നൊരു പ്രാർത്ഥനയുണ്ടല്ലോ. നമ്മുടെ ഇന്ദ്രിയങ്ങൾ, നമ്മുടെ കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, ഇതിലൂടെയെല്ലാം നമ്മൾ ലോകവുമായി എപ്പോഴും ബന്ധപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ദൈവാഭിമുഖരായി നാം ജീവിക്കുമ്പോൾ, സ്വർഗം കണ്ട് ജീവിക്കണമെങ്കിൽ നാം നമ്മുടെ വാതിൽ അടച്ചെങ്കിലേ ഒക്കത്തുള്ളൂ. യു നീഡ് ടു ഷട്ട് യുവർ ഡോഴ്സ്. യേശു നഥനയേലിനെ കണ്ടത് അവൻ സ്വർഗം കണ്ട് ജീവിക്കണമെന്ന ആഗ്രഹത്തിലാണ്. നമുക്കും സ്വർഗം കണ്ട് ജീവിക്കാൻ സാധിക്കണം. കഷ്ടതകൾ വരും, പോരായ്മകൾ വരും, ഇല്ലവല്ലായ്മകൾ വരും. അതിലെല്ലാം സ്വർഗം കാണാൻ സാധിക്കണം. കല്ലേറ് കൊള്ളുന്ന സ്തേഫാനോസ് ഉറക്കെ വിളിച്ചു പറഞ്ഞു, എനിക്ക് തുറന്നിരിക്കുന്ന സ്വർഗത്തിൻ്റെ ദർശനം. പിതാവാം ദൈവത്തിൻ്റെ വലഭാഗെ മശിഹാ തമ്പുരാൻ എഴുന്നേറ്റ് നിൽക്കുന്നു. ദേഹമെല്ലാം നിണം ഒഴുകുകയാണ്, ശക്തമായ പ്രതിസന്ധിയാണ്. പക്ഷെ അപ്പോഴും സ്വർഗത്തിൻ്റെ ദർശനം. നമുക്കും ഇതുപോലെയാണ്. കക്കാടിൻ്റെ ഒരു പാട്ടുണ്ട്, എം.എൻ. കക്കാടിൻ്റെ വഴിവെട്ടുന്നവർ എന്നാണ് അതിൻ്റെ പേര്. അതിൽ 2 വരി ഇങ്ങനെ പാടുന്നു: ഇരുവഴിയിൽ പെരുവഴി നന്ന് പെരുവഴി പോ ചങ്ങാതി, പുതുവഴി നീ വെട്ടുന്നാകിൽ പലതുണ്ട് ദുരിതങ്ങൾ. ഇരുവഴിയിൽ പെരുവഴി നന്ന് പെരുവഴി പോ ചങ്ങാതി, പുതുവഴി നീ വെട്ടുന്നാകിൽ പലതുണ്ട് ദുരിതങ്ങൾ. ദുരിതങ്ങൾ പേടിച്ച് നമ്മളാരും പുതിയ വഴിയൊന്നും വെട്ടാറില്ല. പുതിയ വഴി വെട്ടിത്തുറക്കുക എന്ന് പറഞ്ഞാൽ കുഞ്ഞുദേശി പാടിയതുപോലെ കഷ്ടതയിലും പാടുവാൻ, നഷ്ടമതിൽ കൊണ്ടാടുവാൻ. അല്ലെങ്കിൽ കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായിത്തീരുന്നു ഞാൻ. അല്ലെ, കർത്താവ് പറഞ്ഞ പോലെ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ ലോകത്തെ ജയിച്ചവനായ ഞാൻ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെയുണ്ട്. ഇതൊക്കെയാ പുതിയ വഴികൾ. ആ വഴികൾ അങ്ങോട്ട് വെട്ടിത്തുറന്ന് സ്വർഗം കണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയേണ്ടത് വളരെ ആവശ്യമാണ്. സമയപരിമിതി കൊണ്ട് ഞാൻ വേഗം പറഞ്ഞു പോകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ യേശു കാണുന്ന മറ്റൊരാളെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. 5-ാം അധ്യായം 6-ാമത്തെ വാക്യം, അവൻ കിടക്കുന്നത് യേശു കണ്ടു. എത്ര വർഷമായിട്ട് കിടന്ന ഒരാളെയാ കണ്ടത്? 38. ഏതോ ഒരു കുളത്തിൻ്റെ കരയിലായിരുന്നല്ലോ. ആ കുളത്തിൻ്റെ പേരെന്താണ്? ബെത്സയിദ എന്നല്ലാതെ വേറെ ആരെങ്കിലും ആ കുളത്തിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടോ? അച്ഛൻ പറഞ്ഞു, ബെഥസ്ദ. ബെത്സയിദ എന്ന് പറയരുത്. അതുപോലെ നമ്മൾ തെറ്റിച്ച് പറയുന്ന ഒന്നാണ് ജ്ഞാനായക്കാരി. ആ ജ്ഞാനായക്കാരിയുടെ മോടെ ഭൂതത്തെ ഓടിച്ചു. ജ്ഞാനായക്കാരിയാണോ കനാന്യ സ്ത്രീയാണോ? നമുക്ക് തെറ്റി കൃത്യമായിട്ട് പറയണം. പണ്ടൊക്കെ ഉമിക്കരി വെച്ച് പല്ല് തേക്കുകയും പച്ചീർക്കിലി കീറി നാക്ക് പഠിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെയുള്ള കാലത്ത് കൃത്യമായി നമ്മുടെ നാക്ക് വളച്ച് ഇതൊക്കെ പറയാമായിരുന്നു. നല്ലതാണ്, പരിശീലിക്കുന്നത് നല്ലതാണ്. ബെഥസ്ദ എന്ന കുളത്തിൻ്റെ കരയിൽ 38 വർഷമായിട്ട് ഒരു മനുഷ്യൻ കിടക്കുന്നു. ധാരാളം ആളുകൾ അവിടെയുണ്ട്. വ്യാധിക്കാര്, കുരുടര്, മുടന്തര്, ക്ഷയരോഗികള്, ഇങ്ങനെ ജീവിതത്തിൻ്റെ നാനാതുറയിൽപ്പെട്ട കഠിന രോഗികൾ. 5-ാം അധ്യായം ഒരു ആശുപത്രിയുടെ കരയാണ്. അതത് സമയത്തൊരു മാലാഖ വന്ന് കുളം കലക്കുകയും
അതിലാദ്യം ചാടി വീഴുന്ന രോഗിക്ക് സൗഖ്യം കിട്ടുകയും ചെയ്യും. 38 വർഷം ഇവൻ കിടക്കണമെങ്കിൽ അവനെ കുളത്തിലാക്കാൻ ആരുമില്ല. അവൻ തനിയെ ചെല്ലുമ്പോൾ വേറൊരാൾ വീണ് അവൻ സൗഖ്യവുമായിട്ട് പോകും. അങ്ങനെ കിടന്ന ഒരു മനുഷ്യനെ കർത്താവ് കണ്ടു. അവൻ്റെ സഹിഷ്ണുതയെ കർത്താവ് കണ്ടു. അവന് സൗഖ്യം വേണമെന്ന് കർത്താവ് ആഗ്രഹിച്ചു. വാസ്തവത്തിൽ പക്ഷപാതക്കാരൻ്റെ കാര്യം പറഞ്ഞ പോലെ അവന് സൗഖ്യം വേണമെന്നല്ല കർത്താവ് ചോദിച്ചത്. ഇംഗ്ലീഷ് പരിഭാഷ നിങ്ങൾ വായിച്ചാൽ വിൽറ്റ് ദൗ ബി മെയ്ഡ് ഹോൾ, WHOLE, നിനക്ക് പൂർണ്ണത വേണമെന്നാ ചോദ്യം. മലയാളം വേദപുസ്തകത്തിൽ നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്നാണ്. പക്ഷെ കർത്താവിൻ്റെ ചോദ്യം, കർത്താവിൻ്റെ നോട്ടം അവൻ്റെ പൂർണ്ണതയിലാണ്. അവൻ പറഞ്ഞു, എന്നെ കുളത്തിലാക്കാൻ എനിക്കാരുമില്ല. അപ്പോൾ കർത്താവിന് വേണേൽ പറയാം, ഞാനിവിടെ ഉണ്ട്, ഇനി നീ പേടിക്കണ്ട, ഇനി മാലാഖ വന്ന് കുളം കലക്കട്ടെ, ഞാൻ നിന്നെ കുളത്തിലിടാം, നിനക്ക് സൗഖ്യം കിട്ടും. അങ്ങനെ വല്ലതാണോ പറഞ്ഞത്? എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് പോകാൻ പറഞ്ഞു. ബെഥസ്ദായുടെ കുളം അതിൻ്റെ ചരിത്രത്തിൽ കൊടുത്തിട്ടില്ലാത്ത വിധത്തിൽ ഒരു സൗഖ്യം ഞാൻ നിനക്ക് തരികയാണ്. യോഹന്നാൻ 5 വായിച്ചു വരുമ്പോൾ, താഴേക്ക് വായിക്കുമ്പോൾ കാണാം, യേശു അവനെ വീണ്ടും പള്ളിയിൽ വെച്ച് കണ്ടു എന്ന് പറഞ്ഞാൽ ക്ഷണകാലത്തേക്ക്, അല്പകാലത്തേക്ക് നിലനിൽക്കുന്ന ഒരു സൗഖ്യമല്ല യേശു അവന് കൊടുത്തത്. മറിച്ച് ഒരു പൂർണ്ണതയാണ് യേശു അവന് കൊടുത്തത്. വാത്സല്യമുള്ളവരെ, ത്യാഗത്തിന് നമുക്കാർക്കും ഒരു കുറവുമില്ലല്ലോ. ജനിച്ച നാൾ മുതൽ നമ്മൾ എന്തെല്ലാം ത്യാഗപൂർണമായ അനുഭവങ്ങളിലൂടെയാണ് ജീവിക്കുന്നത്. ഒന്നിനു പുറകെ ഒന്നായി ഒരുപാട് പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ആകുലതകൾ, അതെല്ലാം നമ്മളെ ഇങ്ങനെ വേട്ടയാടുകയാണ്. പക്ഷെ എന്തുകൊണ്ട് നാം ഇന്നും പ്രത്യാശയോടെ ജീവിക്കുന്നു? അതിജീവനത്തിൻ്റെ ആത്മാവിനെ, സൗഖ്യത്തിൻ്റെ ആത്മാവിനെ, പൂർണ്ണതയുടെ ആത്മാവിനെ നമുക്ക് തരുന്നവനായ ഒരു ദൈവമുണ്ട്. ജീവനാണോ ജീവിതമാണോ വലുതെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തുത്തരം പറയും? ജീവനില്ലാതെ ജീവിതമുണ്ടോ വെച്ചാന്ന് ചോദിക്കുമല്ലേ? ശരിക്കും നിങ്ങൾ പറയേണ്ട ഉത്തരം ജീവിതം എന്ന ഉത്തരമാണ്. ദൈവത്തോട് ചേർന്ന് നമ്മുടെ അപ്പൻ നമുക്ക് നൽകിയ ജീവനാണിത്. നമ്മുടെ ശരീരം അമ്മയുടെ ശരീരം തന്നെയാണ്. പക്ഷേ ജീവിതമില്ലാതെ ജീവനുണ്ടായിട്ട് എന്ത് കാര്യം? ജീവനുണ്ടായിട്ട് ജീവിതമില്ലാതെ എന്ത് കാര്യം? എന്നാൽ അടുത്ത ഒരു ചോദ്യം, എന്താണ് ജീവിതം എന്നുള്ളതാണ്. ജീവനാണോ ജീവിതമാണോ വലുതെന്ന് ചോദിച്ചാൽ ജീവിതമാണെന്ന് പറയണം. എന്താണ് ജീവിതമെന്ന് ചോദിച്ചാലോ ഒറ്റ ഉത്തരമേ ഉള്ളൂ, ജീവിതം അതിജീവനമാണ്. നമ്മുടെ ജീവിതം നമ്മൾ അതിജീവനമാക്കണം എന്ന് പറഞ്ഞാൽ ഓരോ നിമിഷത്തിലും നമ്മുടെ ഹർഡിൽസ് നമ്മൾ ചാടി കടന്നുകൊണ്ടിരിക്കണം. അതിജീവനം ശീലമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. ആർണോൾഡ് ടോയൻബി പറഞ്ഞിരിക്കുന്ന ഒരു വാചകമുണ്ട്, സിവിലൈസേഷൻസ് ആർ മെയ്ഡ് വെൻ ചലഞ്ചസ് ആർ റെസ്പോണ്ടഡ് പോസിറ്റീവ്ലി. സംസ്കാരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് വെല്ലുവിളികൾ ശുഭകരമായി നേരിടുമ്പോഴാണ്. ഡോക്ടർ മേരി വർഗീസ് വെല്ലൂർ ഹോസ്പിറ്റലിൽ ഒരു വീൽ ചെയറിലിരുന്ന് എത്രയോ കൊല്ലം അനേകർക്ക് മാനസികവും ശാരീരികവുമായ സൗഖ്യം കൊടുത്ത ഒരു വലിയ ഡോക്ടറാണ്. 2 കാലും സ്വാധീനമില്ലാതെ
പക്ഷെ അവരുടെ ആത്മകഥയിൽ അവരെഴുതി, ഞാൻ എൻ്റെ ദൈവത്തോട് 2 കാലുകൾ ആവശ്യപ്പെട്ടു, പക്ഷെ അവൻ എനിക്ക് തന്നത് ചിറകുകളാണ്. സീ ദ വിഷൻ. കാല് സ്വാധീനമില്ല, വീൽ ചെയറിലിരുന്നാണ് ചികിത്സിക്കുന്നത്. പക്ഷേ എവിടെയും എത്തിപ്പെടാനുള്ള, ആരെയും അറ്റൻഡ് ചെയ്യാനുള്ള നല്ല മനസ്സെന്ന ചിറകുകൾ അവൻ എനിക്ക് തന്നു. വാത്സല്യമുള്ളവരെ, നമ്മുടെ ജീവിതം അതിജീവനമാണ്. ആ അതിജീവനത്തിലേക്കാണ് നമ്മുടെ സഹിഷ്ണുതയ്ക്കും അപ്പുറം ദൈവം നമ്മെ വിളിച്ചു ചേർക്കുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാവണം. ഒരു ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. അത് ഏറെ നമുക്ക് പരിചിതമായ ഭാഗമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. ജീസസ് ലുക്ക്ഡ് അപ്പ്. അവൻ മുകളിലേക്ക് നോക്കി. ആരെയാ കണ്ടത്? മരത്തിൻ്റെ കവട്ടയ്ക്ക് ഒരു കുറിയ മനുഷ്യനിരിക്കുന്നു. യേശുവിനെ കാണാൻ തൻ്റെ പരിമിതി കൊണ്ട് സാധിക്കാതെ വന്നപ്പോൾ അവനൊരു മാർഗം കണ്ടുപിടിച്ചു. അവൻ മരത്തിന്മേൽ കയറി. സൂക്ഷം. യേശു ആ മരത്തിൻ്റെ ചുവട്ടിലെത്തിയപ്പോൾ അവിടെ നിന്നിട്ട് സക്കായിയെ വിളിച്ചു, കം ഡൗൺ. എന്തിനാ യേശു സക്കായിയെ കണ്ടത്? എനിക്ക് നിന്റെ വീട്ടിലോട്ട് വരണം. ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് യേശു പറയുന്നത്. കാരണം സക്കായി യേശുവിനെ ഒന്ന് കാണണമെന്നേ ആഗ്രഹിച്ചുള്ളൂ. പക്ഷേ അതിലെത്രയോ ഉപരിയാണ് യേശു ആഗ്രഹിക്കുന്നത്. സക്കായി മതിപ്പുള്ള മനുഷ്യനല്ലായിരുന്നല്ലോ. വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ യേശു അവനെ ശകാരിക്കുകയോ ശാസിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. വീട്ടിൽ ചെന്ന് കയറി സക്കായിയുടെ ഭാര്യ ഏത്തയ്ക്കാപ്പമോ ഉഴുന്നോടെയോ അതാണ്ട് എടുത്തു വെച്ചു. അത് ഇങ്ങനെ യേശുവിന് വലിയ വിശപ്പെന്താകുമൊന്നുമില്ല, എന്നാലും ഒരു ഉഴുന്നോടെ ഇങ്ങനെ മുറിച്ച് ശാലം കഴിച്ചുകൊണ്ടിരിക്കുക. സക്കായി ആണെങ്കിൽ അങ്ങ് ഉള്ളങ്ങ് നീറുക, പശ്ചാത്താപം, അനുതാപം. യേശു ഒന്നും പറയുന്നുമില്ല. വല്ലോ 4 വഴക്ക് പറഞ്ഞിരുന്നെങ്കിൽ. സക്കായിയുടെ ഭാര്യയ്ക്കാണ് ഭയങ്കരം പേടി. കാരണം ഈടി വന്ന് കയറുന്നത് പോലെ ഈ സക്കായിയുടെ വീട്ടിൽ പലതും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം പിടിക്കാൻ ഇനി ആരെങ്കിലും വന്നതാണോ? ആകെ ഒരു സമാധാനവുമില്ല. സക്കായി ഏതായാലും വിളിച്ചു പറഞ്ഞു, എൻ്റെ വസ്തുക്കൾ പകുതി ഞാൻ ആരും ആവശ്യപ്പെട്ടിട്ടല്ല കേട്ടോ. യേശു ഒന്നും മിണ്ടിയില്ലല്ലോ. അപ്പോൾ സക്കായിയുടെ ഭാര്യ കണ്ണു കാണിച്ചു, അത് പറ്റിയില്ല, അടുത്തൂടെ പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പൊ സക്കായി പറഞ്ഞതാണ് കടുങ്കൈ. അന്യായമായി ഞാൻ ആരോടെങ്കിലും അപഹരിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം പെട്ടെന്ന് കൊടുത്തേക്കാമേ എന്നല്ല പറഞ്ഞത്, 1ന് 4 മടങ്ങ്. വാക്ക് പാലിക്കണമെങ്കിൽ എവിടെങ്കിലും പോയി ബ്ലേഡിൽ നിന്ന് പൈസ എടുക്കേണ്ടി വരും. കാരണം ഓൾറെഡി പകുതി പോയല്ലോ. അപ്പൊ യേശു സംസാരിച്ചു, നീയും അബ്രഹാമിൻ്റെ മകനാകൊണ്ട് ഇന്ന് ഈ ഭവനത്തിന്, കർത്താവ് പോയ പല വീടുകളെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ടായി എന്ന് പറഞ്ഞ് ബ്ലസ് ചെയ്ത ഒറ്റ വീടേ ഉള്ളൂ. അത് ആരുടെ വീടാണ്? അപ്പൊ യേശു സക്കായിയെ നോക്കിയത്, എന്നെ കാണാൻ കഷ്ടപ്പെട്ട ഒരുത്തൻ മരത്തിൽ കയറി അവനൊരു ഹായ് കൊടുത്തേക്കാം എന്ന് വിചാരിച്ചാണോ? അവനെ വിളിച്ചിറക്കി ഒരു ഉമ്മ കൊടുത്തേക്കാമെന്ന് വിചാരിച്ചാണോ? അവൻ്റെ വീട്ടിൽ പോയി ഒരു വട കഴിച്ചേക്കാമെന്ന് വിചാരിച്ചാണോ? അല്ല. കർത്താവിൻ്റെ ലക്ഷ്യം എവിടെ പോയി? ഇവന് സമൂഹത്തിൽ മതിപ്പില്ലാത്ത മനുഷ്യനാണ്. അവനെ വ്യത്യസ്തനായ ഒരു വ്യക്തിയാക്കി മാറ്റണം. അവൻ്റെ ഭവനത്തിന് രക്ഷ കൊടുക്കണം. അതിന് അവനെ സഹായിച്ച ഘടകം എന്താണെന്നറിയാമോ? കഠിനമായ അനുതാപം, പശ്ചാത്താപം. ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞല്ലോ, കാനോനികമായി ഏറ്റവും ചെറിയ നോമ്പിൽ നിന്ന് ഏറ്റവും വലിയ നോമ്പിലേക്കുള്ള യാത്രയുടെ സമയമാണ്. നോമ്പ് കഠിനമായ പശ്ചാത്താപത്തിൻ്റെ അവസരമാണ്. രക്ഷയുടെ അനുഭവത്തിലേക്ക് നടന്നു കയറുവാൻ ഈ പശ്ചാത്താപമല്ലാതെ മറ്റൊന്നുമില്ല. അതുകൊണ്ട് അഗസ്തീനോസ് പറഞ്ഞത്, പ്രൈഡ് മെയ്ഡ് ഏഞ്ചൽ ഇൻ ടു ഡെവിൾ.
അഹങ്കാരം മാലാഖയെ ചെകുത്താനാക്കി മാറ്റി. ബട്ട് ഹ്യൂമിലിറ്റി, മീക്ക്നെസ് ആൻഡ് റിപ്പന്റൻസ് മേക്ക് മെൻ ഇൻടു ഏഞ്ചൽ. എവിടെ താഴ്മയുണ്ടോ, വിനയമുണ്ടോ, പശ്ചാത്താപമുണ്ടോ, അവിടെ മനുഷ്യൻ മാലാഖയ്ക്ക് തുല്യമായി തീരുകയാണ്. നമ്മിൽ പശ്ചാത്താപം എവിടെ ഇരിക്കുന്നു? നമ്മുടെ ഉള്ളിലൊക്കെ അഹങ്കാര മനസ്സല്ലേ? ഞാൻ രഹസ്യം പറഞ്ഞ ആരോടും പറയുമോ? ഞങ്ങൾ ഭദ്രാസനത്തിൻ്റെ മാനം കപ്പൽ കയറ്റില്ലേ. എനിക്ക് നിരണം ഭദ്രാസനത്തിൽ ശുശ്രൂഷയ്ക്ക് ലഭിച്ച ഒരു ഇടവകയിൽ, കൊച്ചിടവകയാണ്, വീടിൻ്റെ എണ്ണം ഒന്നും പറയുന്നില്ല, നിങ്ങൾ ചിലപ്പം റിസർച്ച് നടത്തി കളയും. അവിടെ വലിയ നോമ്പ് ആരംഭിക്കുമ്പോൾ ശുഭകോനോ ശുശ്രൂഷയുണ്ടല്ലോ. അപ്പോൾ ശുഭകോനോ ശുശ്രൂഷയുടെ ഇടയ്ക്ക് ക്ഷമിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും പശ്ചാത്താപത്തെക്കുറിച്ചും ഒക്കെ പ്രസംഗിക്കണമെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ശുഭകോനോയുടെ ഇടയ്ക്ക് ഒരു പ്രസംഗമൊക്കെ നടത്തി. ഞാൻ പറഞ്ഞു, പരമാവധി ആളുകളോട് നിങ്ങൾ കയ്യസൂരി കൊടുക്കണം, ക്ഷമ ചോദിക്കണം. ആരെങ്കിലും ദീർഘമായിട്ട് പിണങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ അവരെ തപ്പിപ്പിടിച്ച് കയ്യസൂരി കൊടുക്കണം. ഞാൻ പറഞ്ഞത് ദോഷമൊന്നുമില്ലല്ലോ. സംഭവം എല്ലാം കഴിഞ്ഞു, ശുഭകോനം എല്ലാം കഴിഞ്ഞു. ഒരു 40 വയസ്സ് കാണും ഒരു ലേഡി പള്ളിക്കകത്ത് നിന്ന് ഏങ്ങലടിച്ച് കരയുകയാണ്. ഞാൻ വിചാരിച്ചടാ പണി ഒത്തല്ലോ. ആരാണ്ടോട് കഠിനമായി ക്ഷമിച്ചതിൻ്റെ ആത്മീയ സന്തോഷം കൊണ്ട് കരയാന്ന് വിചാരിച്ച് ഞാൻ അടുത്ത് ചെന്നപ്പോൾ ഇവരുടെ കരച്ചിലിന് ആക്കം കൂടി. എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛൻ പറഞ്ഞതനുസരിച്ച് 2 കൊല്ലമായി പിണങ്ങിയിരുന്ന ഒരു ലേഡി എൻ്റെ അടുത്തുണ്ടായിരുന്നു. ഞാൻ അവരുടെ അടുത്ത് നിന്ന് കയ്യസൂരി കൊടുക്കാൻ ചെന്നു. അവരെൻ്റെ കൈക്കിട്ടൊരു ഒറ്റ തട്ട് തട്ടി. എന്നിട്ടൊരു ഭാഷ പറഞ്ഞു. ആ ഭാഷ എന്നോട് പറഞ്ഞു, ഞാനതിവിടെ പറയുന്നില്ല. എന്നിട്ട് അവൾ പുറത്തോട്ടങ്ങ് പോയി. ആ വിഷമത്തിലാണ് ഞാൻ കരയുന്നത്. ഞാൻ പറഞ്ഞു, സാരമില്ല, നീ ചെയ്യാനുള്ളത് ചെയ്തല്ലോ. അവളിനി ഇന്ന് വൈകിട്ട് പോയി കിടന്ന് ചിന്തിക്കും. എന്നോട് ക്ഷമ ചോദിക്കാൻ വന്നിട്ടും ഞാൻ ഇങ്ങനെയാണല്ലോ ചെയ്തത് എന്നൊക്കെ ചിന്തിക്കും. അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ഇരട്ടി മനസാന്തരം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ആ രംഗം ശാന്തമാക്കി വിട്ടു. വൈകിട്ട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കഞ്ഞൂടിയെല്ലാം കഴിഞ്ഞ് എന്നാൽ കിടക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഒരു 9-9:30 ആയി കാണും. ഒരു ടെലിഫോൺ. തട്ട് കിട്ടിയ ആളിൻ്റെ ഭർത്താവാണ്. അച്ഛാ, ഞാൻ ബാബുവാണ്. ഇച്ചിരി കഠിനമായിട്ട് പരുക്കൻ ശബ്ദത്തിലാണ്. എൻ്റെ ആകം ഒന്ന് കാളി, എന്തോ പറയാനാ എൻ്റെ പൊന്നെ വരുന്നത്. ഞാൻ പറഞ്ഞു, എൻ്റെ ബാബു ഒന്നും പറയണ്ട അച്ഛാ, ഞാനിന്ന് പള്ളിയിലില്ലായിരുന്നു, പക്ഷേ സംഭവമൊക്കെ ഞാൻ അറിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ബാബു ഇതിൻ്റെ അകത്ത് ഇങ്ങനെ റൂബ്രിക്സിൽ പറയുന്നുണ്ട് പ്രസംഗിക്കണമെന്ന്, അത് വെച്ചങ്ങ് പറഞ്ഞു പോയതാ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. അയ്യോ അച്ഛാ, ഞാനൊന്നും പറയാനല്ല വരുന്നത്, ഞാൻ അവൾക്ക് ഒരു തട്ടൂടെ കിട്ടണമായിരുന്നു പറയാനാണ് വരുന്നത്. അപ്പോഴാണ് എൻ്റെ ശ്വാസം ഒന്ന് നേരെ വീണത്. ഞാൻ ചോദിച്ചു, അതെന്നാ ബാബു അങ്ങനെ? നിങ്ങൾ ഇനി ഏതിടവകയിലാ ബാബു ഉള്ളെന്ന് അന്വേഷിച്ച് പോകല്ലേ? അപ്പം ബാബു എന്നോട് പറയുക, അച്ഛാ, ഞാൻ അവളോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, അച്ഛന്മാരിങ്ങനെ പടിഞ്ഞാട്ട് തിരിഞ്ഞ് നിന്ന് പലതും പറയും, അതിൻ്റെ പുറകിലൊക്കെ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ തട്ട് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എന്ന് എന്നോട് പറഞ്ഞപ്പോൾ ചിരിക്കുകയല്ല, അത് എന്നാ ചെയ്യുന്നത്. സുഖമായിട്ട് ഞാൻ ഉറങ്ങി അന്ന് രാത്രി. പക്ഷേ എൻ്റെ മനസ്സിലതിങ്ങനെ തികട്ടി വരികയാണ്. എന്താണ് നമ്മുടെ ആത്മീയത നമ്മുടെ മനസ്സിൽ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന പാഠങ്ങൾ? ബാബുവിൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന, ക്ലിയറായിട്ട് പറഞ്ഞതാണ് കേട്ടോ, അല്ല തമാശയ്ക്ക് പറഞ്ഞൊന്നുമല്ല. പശ്ചാത്താപത്തിൻ്റെ ആവശ്യകതയോ അനുതാപത്തിൻ്റെ ആവശ്യകതയോ നമ്മിൽ ഏൽപ്പിക്കുന്ന പാഠങ്ങൾ എന്തൊക്കെയാണെന്ന് ഇനിയും നാം ഒരുപാട് പഠിക്കേണ്ടിയിരിക്കുന്നു. സക്കായി അത് ഒത്തിരി പഠിച്ചു. യേശു ഒന്നും പറഞ്ഞു കൊടുത്തിട്ടല്ല കേട്ടോ. യേശുവിൻ്റെ സാന്നിധ്യം തന്നെ അനുതാപമുണ്ടാക്കി. യോനായ്ക്ക് എന്താ പറ്റിയത്? കടലിട്ടേക്കാൻ പറഞ്ഞു. അവിടെ ഒരു മത്സ്യമുണ്ടെന്നൊന്നും ചിന്തിച്ചില്ലല്ലോ. കഠിനമായ പശ്ചാത്താപത്തിന് വഴിപ്പെട്ടപ്പോൾ അതിൻ്റെ ബാക്കി പദ്ധതിയെല്ലാം ദൈവം അവിടെ ഒരുക്കി. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ഇന്നത്തെ വിഷയം നമ്മെ കാണുന്നവനായ ദൈവം. പ്രതീക്ഷയാകുന്ന മെഴുകുതിരി കെട്ടുപോകാതെ സ്നേഹത്തെയും സുഹൃത്തത്തെയും വിശ്വാസത്തെയും ഒക്കെ കത്തിജ്വലിപ്പിക്കാൻ തക്കവണ്ണം ഒരുപാട് സൂചനകൾ നൽകി നമ്മെ കാണുന്നവനായ ഒരു ദൈവമുണ്ട്. അവൻ്റെ കൂടെ വസിക്കാൻ അവൻ നമ്മെ കാണുന്നു. സ്വർഗം കണ്ട് ജീവിക്കാൻ അവൻ നമ്മെ കാണുന്നു.
പൂർണ്ണമായ സൗഖ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് നടന്നെടുക്കാൻ ദൈവം നമ്മെ കാണുന്നു. എല്ലാറ്റിലും ഉപരിയായി കഠിനമായ പശ്ചാത്താപത്തിലൂടെ രക്ഷയുടെ അനുഭവത്തിലേക്ക് അടുക്കുവാൻ ദൈവം നമ്മെ കാണുന്നു. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഇടമുറിയാതെ നടന്നു വരുന്ന ഈ വെള്ളിയാഴ്ച ധ്യാനങ്ങളിലൂടെ സർവശക്തൻ അനിതരസാധാരണമായ ആത്മീയ ശക്തി നമുക്ക് നൽകി അനുഗ്രഹിക്കപ്പെട്ട നോമ്പുകാലത്തിലേക്ക് നമ്മെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്ക് ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.